students, welcome back to Ishack's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വിസ്കോസിറ്റി ആൻഡ് സ്റ്റോക്സ് ലോ. അപ്പോൾ വിസ്കോസിറ്റി എന്താണ്, അതുപോലെ തന്നെ അത് ബേസ് ചെയ്ത് സ്റ്റോക്സ് ലോനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വിസ്കോസിറ്റി. The substance which can flow are called fluids. Most of the fluids are not ideal ones and offer some resistance to motion. This resistance to fluid motion is like a internal friction analogous to friction when a solid moves on a surface. സോളിഡ്സിന്റെ കേസിൽ രണ്ട് സർഫസ് തമ്മിൽ റിലേറ്റീവ് മോഷൻ വരുമ്പോൾ ആ രണ്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ പഠിച്ചാണ് ലോസ് ഓഫ് മോഷനിൽ. ആ ഫോഴ്സിനെ വിളിക്കുന്നവരാണ് ഫ്രിക്ഷൻ. ഇതുപോലെ തന്നെ രണ്ട് ലെയേഴ്സിന്റെ, അതായത് ഫ്ലൂയിഡ്സ് ഒഴുകുമ്പോൾ ഫ്ലൂയിഡ്സിന്റെ ലെയേഴ്സ് തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇന്റേണൽ ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. അപ്പോൾ ഫ്രിക്ഷൻ എന്താണോ സോളിഡ്സിൽ ചെയ്യുന്നത് അതിന്റെ അനലോഗ് ആയിട്ടാണ് വിസ്കോസിറ്റി എന്നൊരു ഫ്രിക്ഷൻ ഫ്ലൂയിഡ്സിൽ വരുന്നത്. Viscosity is the property by which liquid layers oppose the relative motion between them. The force with which the liquid layers oppose their relative motion is called viscous force. അപ്പോൾ ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് viscous force. Consider two parallel plates with a fluids in between them. The lower surface is fixed while the upper surface moves with a velocity v under the action of an external force. Due to this, a portion of the fluid gets distorted from ABCD to ABC''D' in a small interval of time, delta t. Thus, the fluid gets sheared. For example, ഒരു പൈപ്പിലൂടെ ഒരു ഫ്ലോ അല്ലെങ്കിൽ എന്താണ് ഒരു സർഫസിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ നമുക്കറിയാം സർഫസിന് ഹൈ വെലോസിറ്റിയിൽ ഉണ്ടാവും. ഈ അടുത്ത ലെയറിന് ഒരു വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് അത് ചെറുത് ബാക്കിലേക്ക് ഡ്രാഗ് ചെയ്യും. അപ്പോൾ സർഫസിന്റെ വെലോസിറ്റി എന്താണോ അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും അടുത്ത ലെയറിന്. അതിന്റെ അടുത്ത ലെയറിന് വീണ്ടും കുറവായിരിക്കും. അപ്പോൾ താഴേക്ക് വരും തോറും താഴത്തെ ലെയറിന്, ദാറ്റ് ഇസ് AB എന്ന ലെയർ കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആക്ച്വലി ABCD എന്ന ഈ ഒരു കോളം ഓഫ് ഫ്ലൂയിഡിന് ഒരു ഷിയറിംഗ് സംഭവിക്കും. അതായത് AB ഫിക്സ്ഡ് ആണ്, ഒരു ഫോഴ്സ് നമ്മൾ CD ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ CD മൂവ്സ് ടു C''D'. അപ്പോൾ ഇവിടെ ഷിയറിംഗ് സംഭവിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഷിയറിംഗ് സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെയിൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് അപ്പർ പ്ലേറ്റ് ആണ്. സോ ഷിയറിംഗ് സ്ട്രെയിൻ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. സോ ദിസ് ഇസ് ഡെൽറ്റ എക്സ് ആൻഡ് ദിസ് ഇസ് എൽ. സോ ഷിയറിംഗ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. ഡെൽറ്റ എക്സ് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദിസ് ഇസ് വെലോസിറ്റി ഇൻടു ടി. സോ വി ഡെൽറ്റ ടി ബൈ എൽ. Hence, strain rate എന്ന് പറയുമ്പോൾ strain by time ആണ്. So strain rate is equal to strain by time. So V delta T by L by delta T. So delta T cancel ആവും. Strain rate എന്ന് പറഞ്ഞാൽ V by L ആണ്. V by L എന്ന് പറഞ്ഞാൽ velocity by length ആണ്. That is velocity gradient. അപ്പോൾ strain rate എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്നത് velocity gradient. അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ അവിടെ കണ്ടത്. ഒന്ന് ഷിയറിംഗ് സ്ട്രെസ് കണ്ടു, ഷിയറിംഗ് സ്ട്രെയിൻ കണ്ടു, ആൻഡ് സ്ട്രെയിൻ റേറ്റ് കണ്ടു. സ്ട്രെയിൻ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് velocity gradient ആണ് കിട്ടിയിരിക്കുന്നത്. As we move down from the top, we can see that the velocity of the fluid decreases and equal to 0 for the fluid layer in the touch with the lower plate. നമ്മൾ പഠിച്ചാണ്, താഴേക്ക് വരും തോറും വെലോസിറ്റി കുറയും. അപ്പോൾ ലോവർ പ്ലേറ്റിൽ അതിന്റെ വെലോസിറ്റി സീറോ ആയിരിക്കും. ഇറ്റ് ബിക്കം റെസ്റ്റ്. Shearing rate is also known as velocity gradient. It is the ratio of velocity difference between any two liquid layers to the distance between them. ഷിയറിംഗ് റേറ്റ് നമ്മൾ ഓൾറെഡി കണ്ടാണ്. ഷിയറിംഗ് റേറ്റ് നമ്മൾ കണ്ടപ്പോൾ V by L കിട്ടിയതാണ്. അപ്പോൾ ഷിയറിംഗ് റേറ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഗ്രേഡിന് തുല്യമാണ്. ഗ്രേഡിയൻ എന്നൊരു ടേം നമ്മൾ ഓൾറെഡി ഡയമെൻഷൻസ് എടുക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ഗ്രേഡിയൻ ഈസ് നത്തിങ് ബട്ട് divided by velocity. For example, velocity gradient എന്ന് പറഞ്ഞാൽ velocity by length, force gradient force per length, energy gradient energy per length. അപ്പോൾ എന്താണോ gradient എന്ന് പറഞ്ഞാൽ divided by length ആണ്. അപ്പോൾ ഷിയറിംഗ് റേറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് V by L ആണ്. സോ ഷിയറിംഗ് റേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് velocity gradient. So velocity gradient പറഞ്ഞാൽ V by L എന്ന് വിളിക്കാം, delta V by delta L or dV by dL. So this is known as velocity gradient. It's also known as shearing rate. The coefficient of viscosity or simply viscosity of a fluid is defined as the ratio of shearing stress to the strain rate. അപ്പോൾ വിസ്കോസിറ്റി എന്നല്ല, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ അത് റേഷ്യോ ആണ്. എന്താ റേഷ്യോ? ഷിയറിംഗ് സ്ട്രെസ് ടു ദ സ്ട്രെയിൻ റേറ്റ്. സോ ഈറ്റയാണ് വിസ്കോസിറ്റി പൊതുവെ പറയാറ് F/A by V by L. കാരണം F/A ആണ് നമ്മൾ കണ്ടിരിക്കുന്ന ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രെയിൻ റേറ്റ് അതാണ് നമുക്കറിയാം വെലോസിറ്റി ഗ്രേഡിയന്റ് V by L ആണ്. സോ F/A by V by L, that is equal to F by A into L by V. So FL by AV.
eta is equal to FL by AV. SI യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റേസ് ടു -2 ആണ്. അത് നമ്മൾ പാസ്കൽ സെക്കൻഡ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പോയ്സലി എന്നും പറയാറുണ്ട്. സോ അനദർ യൂണിറ്റ്സ് ഓഫ് വിസ്കോസിറ്റി ഈസ് പോയ്സ്. പി എന്ന് കൊടുക്കുക ഇൻഡിക്കേറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ പൊതുവേ നമ്മൾ പഠിക്കുമ്പോൾ ഡയമെൻഷൻസും കൂടി നോക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൂടി നോക്കാം. 1 പോയ്സെല്ലി ഈസ് ഈക്വൽ 10 പോയ്സ് ആൻഡ് 1 പോയ്സ് ഇസ് നോൺ ആസ് 10 റേസ് ടു -1 പോയ്സെല്ലി. ഡയമെൻഷൻ ml t raised to -2 L divided by L square L raised to -1. കാരണം എഫിന്റെ നമുക്കറിയാം ml t raised to -2 ആണ്. ദെൻ ലെങ്ത് L ആണ്, വെലോസിറ്റി L t raised to -2 ആണ്, ഏരിയ L സ്ക്വയർ ആണ്. സോ ഇറ്റ് ബിക്കം ml raised to -1 t raised to -1. സോ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ raised to -2 ആണ്. അപ്പോൾ അത് പാസ്കൽ സെക്കൻഡ് എന്നും പറയാറുണ്ട്. ഈറ്റ ആണ് ഇതിന്റെ നൊട്ടേഷൻ. സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻ ml raised to -1 t raised to -1 ആണ്. Ideal fluid have zero viscosity. General thin liquid like water, alcohol, etc. are less viscous than thick liquid like coal, tar, honey, and glycerine, blood, etc. കാരണം നമുക്കറിയാം വാട്ടർ ഒക്കെ നന്നായിട്ട് ഫ്ലൂ ചെയ്യും, ആൽക്കഹോൾസ് ഒക്കെ. നേരെ മറിച്ച് കോൾ ടാർ, ഹണി ഒക്കെ ആണെങ്കിൽ, ഗ്ലിസറിൻ ഒക്കെ ആണെങ്കിൽ അത്ര അതിനൊരു ഫ്ലൂയിഡിറ്റി ഉണ്ടാവില്ല. കാരണം അത്ര സ്പീഡിൽ എന്ത് ചെയ്യില്ല, ഫ്ലോ ചെയ്യില്ല. കാരണം അതിന് വിസ്കോസിറ്റി കൂടുതലാണ്. കാരണം ഹണിക്കൊക്കെ വിസ്കോസിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ ടാറിനൊക്കെ വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ട് അത് അത്ര എന്തായില്ല, വാട്ടർ ഫ്ലോ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യില്ല, ഫ്ലോ ചെയ്യില്ല. കാരണം വിസ്കോസിറ്റി കൂടുന്തോറും എന്താ അതിന് വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് കൂടുകയാണ് അവിടെ. അപ്പോൾ ആ ഫ്ലോന് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാണ്. The viscosity of a liquid decreases with temperature while it increasing in the case of gaseous. അപ്പോൾ ലിക്വിഡിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്തോറും എന്താ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ബട്ട് ഗേഷ്യസിന്റെ കേസിൽ എന്താ അത് ഇൻക്രീസ് ആണ്. ഇത് ഓർമ്മ വേണം. വൺ വേർഡ്സ് പലതവണ ആയിട്ട് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതിൽ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് അല്ലെങ്കിൽ ആ വിസ്കോസിറ്റി ഉള്ളത് കൊണ്ട് ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ആ സ്ട്രീം ലൈൻ ഫ്ലോയിന്റെ ഓരോ ലെയേഴ്സിന്റെ വെലോസിറ്റി വരച്ച് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡിൽ ഒരു സർഫസിലൂടെ ഒഴുകുന്നത്. അപ്പോൾ ഒരു പൈപ്പിലൂടെ ഒഴുകുന്നതാണെങ്കിൽ അതിന്റെ സെന്ററിലാണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക. അടുത്ത ലെയറിലേക്ക് പോകുന്തോറും എന്തായിരിക്കും, വെലോസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ അതിന്റെ പൈപ്പിനോട് അടുക്കും തോറും അതിന്റെ വെലോസിറ്റി വളരെ കുറയും. അപ്പോൾ ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഫ്ലോയിനെയാണ്, അതിന്റെ ഫ്ലോ വെലോസിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പൈപ്പിലൂടെ ഒഴുകുന്നതാണെങ്കിൽ സെന്ററിലൂടെ ഒഴുകുന്ന ലെയറിനായിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക. ഇനി സർഫസിലൂടെ ഒഴുകുകയാണെങ്കിൽ സർഫസിന്റെ ലെയറിലായിരിക്കും ഏറ്റവും വെലോസിറ്റി ഉണ്ടാവുക. താഴേക്ക് വരുന്നതോറും ആ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ ഏറ്റവും കുറവായിരിക്കും എന്തുണ്ടാവുക, അതിന്റെ വെലോസിറ്റി ഉണ്ടാവുക. ഇനി സ്റ്റോക്സ് ലോ. According to Stokes' theorem, the viscous dragging force acting on a solid sphere when descending through a fluid is given by. അപ്പോൾ ഒരു സോളിഡ് സ്പിയർ ഒരു വിസ്കസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിലൂടെ താഴേക്ക് വരുമ്പോൾ അതിനൊരു ഡ്രാഗിങ് ഫോഴ്സ് ഉണ്ടാവും. വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഈ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് പറയാം. സോ എഫ് ഈസ് ഈക്വൽ ടു 6 ഈറ്റ എ വി ആണ് വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്പിയർ ആണ്. ആ ഫ്ലൂയിഡിലൂടെ പോകുന്ന സ്പിയറിന്റെ റേഡിയസ് ആണ് എ എന്ന് പറയുന്നത്. ആൻഡ് വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദ സ്പിയർ റിലേറ്റീവ് ടു ദ ഫ്ലൂയിഡ് ആണ്. ഫ്ലൂയിഡിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പിയറിന്റെ റിലേറ്റീവ് വെലോസിറ്റി ആണ് വി എന്ന് പറയുന്നത്. ആൻഡ് ആസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻക്രീസസ്, ഡ്രാഗിങ് വിസ്കസ് ഫോഴ്സ് ഓൾസോ ഇൻക്രീസസ്. നമുക്കറിയാം ആ 6 ഈറ്റ എ വിയിൽ ഈറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം വിസ്കോസിറ്റി ആണ്. അപ്പോൾ വി കൂടുന്തോറും നമുക്കറിയാം എഫ് കൂടി വരും. അതാണ് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻക്രീസസ്, ഡ്രാഗിങ് വിസ്കസ് ഫോഴ്സ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ വെലോസിറ്റി കൂടുന്തോറും എന്താ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കൺസിഡർ എ സ്മോൾ സ്പെറിക്കൽ ബോഡി ഓഫ് റേഡിയസ് എ, മാസ് m and volume v and density rho is just released in a long column of liquid of density sigma, വിസ്കോസിറ്റി ഈറ്റ. അതിൽ ശ്രദ്ധിക്കണം, ലിക്വിഡിന്റെ ഡെൻസിറ്റി എടുത്തിരിക്കുന്ന സിഗ്മയാണ്, ആ സ്പിയറിന്റെ ഡെൻസിറ്റി എടുത്തിരിക്കുന്ന റോ ആണ്. പൊതുവെ നമ്മൾ ഫ്ലൂയിഡിന്റെ റോ എടുക്കുക, അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ടെക്സ്റ്റിൽ ആ നൊട്ടേഷൻ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ കാരണം. അപ്പോൾ സ്പിയറിന്റെ ഡെൻസിറ്റി ആണ് റോ ആൻഡ് ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ് സിഗ്മ. The body accelerates downwards due to its weight. As the velocity increases, the upward viscous force also increases. As a result, after falling through a certain distance, the sphere attains a constant velocity, and this velocity is called terminal velocity or ultimate velocity. കാരണം നമ്മൾ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് പഠിച്ചു. വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ സ്പിയറിന്റെ വെലോസിറ്റി താഴേക്ക് വരാൻ കാരണം സ്പിയറിന്റെ വെയിറ്റോട് താഴേക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പോൾ ഈ സ്പിയർ താഴേക്ക് വരുന്തോറും
അതിനെന്താണ് വെലോസിറ്റി കൂടുന്തോറും മുകളിലേക്ക് വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് കൂടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ സ്പിയറിന് ആക്സലറേഷൻ ഇല്ലാതാവും. ഇറ്റ് ബിക്കം കോൺസ്റ്റന്റ് വെലോസിറ്റി. കാരണം ആ വെയിറ്റ് കൊണ്ട് ആ സ്പിയർ താഴേക്ക് വരും തോറും അതിന്റെ ഫോഴ്സ് കൂടുന്തോറും അല്ലെങ്കിൽ വെലോസിറ്റി കൂടുന്തോറും നമുക്കറിയാം എഫ് ഈക്വൽ ടു 6π∗AV. വെലോസിറ്റി കൂടുന്തോറും വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് കൂടുകയാണ്. വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് മുകളിലേക്കാണ്. വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് കൂടുമ്പോൾ ഇതിന്റെ വെലോസിറ്റി ഗ്രാജുവലി എന്താ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലേക്ക് എത്തും. അപ്പോൾ ഈ കോൺസ്റ്റന്റ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ക്ലൗഡ്സ് ഒക്കെ നമുക്ക് ഒരുപാട് ഹൈറ്റിലാണ് ഉള്ളത്. പക്ഷെ ക്ലൗഡ്സ് വരുന്ന റെയിൻ ഡ്രോപ്സ് ഭൂമിയിൽ എത്തുമ്പോൾ അത്രയും ഹൈ വെലോസിറ്റി അറ്റൈൻ ചെയ്യാതിരിക്കാനുള്ള കാരണം ഈ ഒരു അൾട്ടിമേറ്റ് വെലോസിറ്റി ടെർമിനൽ വെലോസിറ്റി എന്നൊരു ഫാക്ടറാണ്. അല്ലാതെ ഈ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് ഇല്ല എങ്കിൽ ശരിക്കും ക്ലൗഡ്സ് വരുന്ന ഡ്രോപ്സ്ലെറ്റ്സിനൊക്കെ ഒരു ഭൂമിയിലേക്ക് എത്തുമ്പോഴേക്കും നല്ല ഹൈ വെലോസിറ്റി ആവും. അപ്പോൾ അത്രയും അതെന്ത് ചെയ്യും, പിന്നെന്താണ് വെലോസിറ്റി എത്തുക. പക്ഷെ നേരെ വെച്ചാൽ അത്ര വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നില്ല. അതിന് കാരണം ഈ ഒരു കൺസെപ്റ്റ് ആണ്. കാരണം എയർ എന്ന ഫ്ലൂയിഡിലൂടെ ആ ലിക്വിഡ് ഡ്രോപ്സ് വരുമ്പോൾ അതിന് വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ സർട്ടൻ ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രോപ്സിന് ഒരു അൾട്ടിമേറ്റ് വെലോസിറ്റി റീച്ച് ചെയ്യും. പിന്നെ അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല, കൂടുതലില്ല. ഇറ്റ് ബിക്കം കോൺസ്റ്റന്റ് വെലോസിറ്റി. Terminal velocity is the constant velocity attained by a solid body when falling through a fluid. അപ്പോൾ ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. അപ്പോൾ സ്പിയർ താഴേക്ക് വരികയാണ്. അപ്പോൾ അതിൽ വെയിറ്റ്സ് ആണ് മാർക്ക്, വെയിറ്റ്, ഫോഴ്സ്, ബോയിൻ ഫോഴ്സ് ഒക്കെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പിയർ താഴേക്ക് വരുമ്പോൾ ഡബ്ല്യു എന്ന് വെയിറ്റ് ഉണ്ടാവും, എഫ് എന്ന വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് ഉണ്ടാവും, ബോയിൻ ഫോഴ്സ് മുകളിലേക്ക് ഉണ്ടാവും. അതിൽ സിഗ്മയും റോ മനസ്സിലാക്കണം. റോ എന്ന് പറയുന്നത് സ്പിയറിന്റെ ഡെൻസിറ്റിയാണ്, സിഗ്മ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഡെൻസിറ്റിയാണ്. The force acting on the sphere R. Weight of the sphere acting downwards W. ആ സ്പിയറിന്റെ വെയിറ്റ് കൊണ്ട് താഴേക്ക് W equal to mg. Viscous force acting upwards F. And നമ്മളറിയാം 6π∗AV F. And buoyant force acting upwards B എന്ന buoyant force acting upwards. ഈ മൂന്ന് ഫോഴ്സസ് ആണ്. ഇനി നമുക്ക് നോക്കാം. W is equal to 4/3πA³ rho g and F equal to 6π∗IV and buoyant force is equal to mg, that is equal to V sigma g or is equal to 4/3πA³ sigma g. അപ്പോൾ W എന്ന് പറയുന്നത് 4/3πA³ rho g വന്ന് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ B equal to mg എന്ന ഇക്വേഷൻ നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. കാരണം W equal to mg ആണ്. M എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ വോളിയം ആണ്. സോ മാസ് ഇസ് ഈക്വൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം നമുക്ക് കിട്ടും. അങ്ങനെയാണ് അവിടെ ഡെൻസിറ്റി റോ വോളിയം 4/3πA³. കാരണം സ്പിയറിന്റെ വോളിയം ആണ് 4/3πA³. അങ്ങനെയാണ് W ഈക്വൽ ടു 4/3πA³ റോ ജി എന്ന് വരാൻ കാരണം. അതായത് W ഈക്വൽ ടു mg ആണ്. M എന്ന് പറഞ്ഞാൽ മാസ് ആണ്. അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ മാസ് പെർ വോളിയം ആണ്. സോ മാസ് ഇസ് ഈക്വൽ റോ ഇൻറ്റു വോളിയം ആണ്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ 4/3πA³ ആണ്. അങ്ങനെയാണ് 4/3πA³ റോ ജി എന്ന് വരുന്നത്. അപ്പോൾ റോ എന്ന് ഇൻഡിക്കേറ്റ് മനസ്സിലാക്കണം, സ്പിയറിന്റെ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് W. എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6π∗AV എന്ന് പറയുന്നത് പിന്നെന്താണ് വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് ആണ്. ഇനി ബോയിൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ സ്പിയറിന്റെ വെയിറ്റ് കൊണ്ട് താഴേക്ക് W എന്ന് വെയിറ്റ് ഉണ്ടാവും, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ബോയിൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ബോയിൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റോക്ക് പകരം സിഗ്മ കൊടുക്കുക അവിടെ. കാരണം റോ എന്ന് പറയുന്നത് W, ദാറ്റ് ഇസ് വെയിറ്റ് ഓഫ് ദ സ്പിയർ ആണ്. ആ വെയിറ്റിന്റെ എക്സേർട്ട് ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ബോയിൻ ഫോഴ്സ്. ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ലിക്വിഡ് ആണ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ഫ്ലൂയിഡിന്റെ എന്താണ് റോ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ എല്ലാ ലെങ്ത് ഇക്വേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, കാരണം mg ആണ്, m എന്ന് പറയുന്ന ഫ്ലൂയിഡിന്റെ മാസ് ആണ്. സോ m എന്ന് പറഞ്ഞാൽ v സിഗ്മയാണ്. കാരണം സിഗ്മയാണ് നമ്മൾ ഫ്ലൂയിഡ് ഡെൻസിറ്റി ആക്കി എടുത്തിരിക്കുന്നത്. സോ m is equal to v സിഗ്മ g ആവും. v എന്ന് പറഞ്ഞാൽ 4/3πA³ സിഗ്മ g. When the sphere attains terminal velocity, കാരണം ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം W equal to F plus B ഇക്വേറ്റ്. കാരണം എഫും ബിയും മുകളിലേക്കാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടി താഴേക്കുള്ള W കിട്ടുന്നു. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി ആയിക്കഴിഞ്ഞാൽ, അല്ലാതെ താഴേക്ക് വെലോസിറ്റി കൂടി വരികയാണെങ്കിൽ നമുക്ക് W കൂടുതലാണ്. പക്ഷെ കുറച്ച് ദൂരം മൂവ് ചെയ്തപ്പോൾ എഫ് എന്ന ഫോഴ്സ് കൊണ്ടും ബോയിൻ ഫോഴ്സ് കൊണ്ടും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവും. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവെന്ന് പറയുമ്പോൾ അപ്വേർഡ് F plus B is equal to W ആണ്. സോ W is equal to F plus B. അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 4/3πA³ rho g is equal to 4/3πA³ sigma g plus 6π∗AV. അപ്പോൾ ആ ഇക്വേഷൻസ് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെ എഴുതാം. W is equal to, that is 4/3πA³ rho g is equal to 4/3πA³ sigma g plus 6π∗AV. അപ്പോൾ അതിൽ 6π∗AV is equal to 4/3πA³ rho g minus 4/3πA³ sigma g. കാരണം നമുക്ക് വെലോസിറ്റി ആണ് വേണ്ടത്, v ആണ് വേണ്ടത്. സോ 6π∗AV equal to 4/3πA³, take it outside. So rho minus sigma into g. So v is equal to 4/3πA³ rho minus sigma into g by 6π∗AV. അപ്പോൾ അതിൽ പൈ കട്ട് ചെയ്യും. 4/3/6 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആൻഡ് എയും A³ എന്താണ്, അതിൽ A² ആവും. സോ v is equal to 2/9 A²
rho minus sigma into g by eta. If sigma is very greater than or less than rho വളരെ കൂടുതലാണ്. നമുക്കറിയാം റോ എന്ന് പറയുന്നത് സ്പിയർ ഡെൻസിറ്റി ആണ്. സ്പിയർ ഡെൻസിറ്റിയും ഫ്ലൂയിഡ് ഡെൻസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ മടങ്ങ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സിഗ്മ ഒഴിവാക്കാം. കാരണം റോ മൈനസ് സിഗ്മയാണ്. കാരണം റോ എന്ന് പറയുന്ന ടേം സ്പിയർ ഡെൻസിറ്റിയും സിഗ്മ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഡെൻസിറ്റിയുമാണ്. അപ്പോൾ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ സ്പിയർ ഡെൻസിറ്റി എത്രയോ വലുതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഒഴിവാക്കാം, സിഗ്മ ഒഴിവാക്കാം. സോ ഇക്വേഷൻ ബിക്കം 2/9 a square rho g by eta. സോ അതിൽ ഈറ്റയും ജിയും റോയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 2/9 കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പറയാം v പ്രപ്പോർഷണൽ ടു a സ്ക്വയർ. അപ്പോൾ ആ v ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്ന ആ വെലോസിറ്റി ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്പിയറിന്റെ റേഡിയസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയസ് കൂടുന്തോറും എന്താണ്, അതിന്റെ സ്ക്വയറുമായിട്ടാണ് ടെർമിനൽ വെലോസിറ്റി എന്ത് ചെയ്യുക വരിക. അപ്പോൾ ഇതിൽ സ്റ്റോക്സ് തിയറം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ടെർമിനൽ വെലോസിറ്റി എക്സ്പ്രഷൻ ഡെറിവേഷൻസ് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് എക്സാമിൽ വരാറുണ്ട്. അപ്പോൾ സിമ്പിളി നമുക്ക് ഒരു അനിമേഷൻ മനസ്സിലാവും. ഒരു വെയിറ്റുള്ള ഒരു ഒബ്ജക്ട് സ്റ്റീൽ ഇട്ടപ്പോൾ സ്ക്രൂ ഇട്ട് താഴെ പോയി. പക്ഷെ ഒരു ഗ്രേപ്പ് ആകുമ്പോൾ ഹണിന്റെ മേലെ നിൽക്കുന്നു. നേരെ മറിച്ച് എന്താണ്, ഒരു ടോപ്പ് ആകുമ്പോൾ നെക്സ്റ്റ് ലെയർ നിൽക്കുന്നു, വേറൊരു ഒബ്ജക്റ്റ് ആകുമ്പോൾ സർഫസിൽ നിൽക്കുന്നു. അപ്പോൾ ആ വിസ്കസ് ടാക്കിംഗ് ഫോഴ്സ് കൊണ്ടാണ് ഇത് ഡിഫറെന്റ് ലെയേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മാറി മാറി വരുന്നത്. ഇനി അതൊരു ഒരൊറ്റ ഒബ്ജക്റ്റിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഡിഫറെന്റ് ലിക്വിഡ്സ് ആണ് അതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് ലിക്വിഡ്സ് ആകുമ്പോൾ ഡിഫറെന്റ് വിസ്കസ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഡിഫറെന്റ് വിസ്കസ് ഫോഴ്സ് ആകുമ്പോൾ ഓരോ ഒബ്ജക്ട്സിനും ഡിഫറെന്റ് എന്താണ് ഒരു വിസ്കസ് ടാക്കിംഗ് ഫോഴ്സ് ആണ് മുകളിലേക്ക് ആക്ട് ചെയ്യുക. അതുകൊണ്ടാണ് അത് ഡിഫറെന്റ് ലെയേഴ്സിൽ എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്. അതേപോലെ ഫോർ എക്സാമ്പിൾ ഒരു മാർബിൾ പീസ് നമ്മൾ എടുത്തു, ഒരു 8 സെക്കൻഡ് കൊണ്ട് അത് മുങ്ങിപ്പോവാണ് വാട്ടറിൽ. പക്ഷെ അത് 8 സെക്കൻഡ് ആകുമ്പോൾ ഓയിൽ എന്താവുന്ന ആ പൊസിഷനിൽ അറ്റൻഡ് ചെയ്യണം. ഹണി ആകുമ്പോൾ കുറച്ചുകൂടി താഴേക്ക് വരികയാണ്. കാരണം ഓയിലിന് ഹണിനേക്കാളും എന്താണ് വിസ്കസ് ഫോഴ്സ് ഡ്രാഗിങ് ഫോഴ്സ് കൂടുതലാണ്. കാരണം വിസ്കോസിറ്റി വാട്ടറിനെക്കാളും ഹണിക്ക് കൂടുതലാണ്, ഹണിനേക്കാളും ഓയിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് ആ മാർബിൾ പീസിന് ഡിഫറെന്റ് പൊസിഷൻ അറ്റൈൻ ചെയ്യാൻ. കാരണം വെള്ളത്തിലാകുമ്പോൾ താഴെ എത്തിക്കഴിഞ്ഞു, പക്ഷെ ഹണി ആകുമ്പോൾ പകുതി എത്തി. പക്ഷെ പിന്നെ അത് ഓയിലാകുമ്പോൾ കുറച്ച് ഭാഗം എന്ത് ചെയ്ത് മൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാരണം വരാൻ കാരണം ഈ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, feel free ask through comments. Thank you for watching. Thank you.